നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ വൻ മോഷണം. ക്യാമറകളും നിരീക്ഷണ ക്യാമറ യൂണിറ്റും കുട്ടികളുടെ ചാരിറ്റി ബോക്സും കൊണ്ടുപോയി കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. പേട്ടതുള്ളി, എരുമേലി, അമ്പലപ്പുഴ, ആലങ്ങാട്ട് സംഘങ്ങൾ പേട്ടകെട്ടി മനം നിറഞ്ഞ് ഭക്തർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. വാർത്തകൾ വിശദമായി. കോട്ടയത്ത് ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ വൻ മോഷണം. ഹൈസ്കൂൾ ബ്ലോക്കിലും ഹയർ സെക്കൻഡറി ബ്ലോക്കിലും മോഷണം നടന്നു. ക്യാമറകളും കുട്ടികളുടെ ചാരിറ്റി ബോക്സും നിരീക്ഷണ ക്യാമറ യൂണിറ്റുകളും മോഷ്ടാക്കൾ കവർന്നു. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ വൻ മോഷണം. ഹൈസ്കൂൾ ബ്ലോക്കിലും ഹയർ സെക്കൻഡറി ബ്ലോക്കിലും മോഷണം നടന്നു. പ്രിൻസിപ്പലിന്റെയും ഹെഡ് മിസ്ട്രസിന്റെയും ഓഫീസുകൾ, ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും ഹൈസ്കൂൾ അധ്യാപകരുടെയും സ്റ്റാഫ് റൂമുകൾ എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ക്യാമറകളും കുട്ടികളുടെ ചാരിറ്റി ബോക്സും നിരീക്ഷണ ക്യാമറ യൂണിറ്റുകളും മോഷ്ടാക്കൾ കവർന്നു. രാവിലെ സ്കൂൾ തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണം ആദ്യം അറിഞ്ഞത്. ഞാൻ രാവിലെ സ്കൂൾ തുറക്കാൻ വരുന്ന പോലെ തന്നെ സ്കൂൾ തുറക്കാൻ ഇവിടെ വന്നു. അന്നേരം ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. അന്ന് ഞാൻ വലിയ ശ്രദ്ധിച്ചില്ല ഗേറ്റ് ഓപ്പൺ ആയി കിടക്കുന്നത് എന്താണെന്ന് നോക്കിയൊന്നുമില്ല. ഞാൻ നേരെ വന്നു. എൻ്റെ കൂടെ 2 ടീച്ചർമാരുണ്ടായിരുന്നു. ആ ടീച്ചർമാരുമായിട്ട് ഞാൻ നേരെ ഇങ്ങനെ വന്നു. അവർക്ക് ആദ്യം സ്റ്റാഫ് റൂം തുറന്നു കൊടുത്തു. സ്റ്റാഫ് റൂം കൊടുത്ത് ഞങ്ങൾ എൻ്റെ ഓഫീസ് റൂമിലോട്ട് കയറി. ഓഫീസ് റൂമിൽ വെച്ച് താക്കോൽ എടുക്കാൻ നേരത്താണ് ആ ടീച്ചർമാർ വിളിച്ചത്. ഇങ്ങ് വാശിന് ഇവിടെ ഇത് കിടക്കുന്ന കണ്ടുവന്ന് തന്നെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചാരിറ്റി ബോക്സും അവരുടെ അലമാരയെല്ലാം കുത്തി തുറന്ന് കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ HMൻ്റെ റൂമിലോട്ട് കയറിയപ്പോഴാണ് HMൻ്റെ റൂമിൻ്റെ അലമാരയും മറ്റു വസ്തുക്കളെല്ലാം വലിച്ചുവാരിട്ടേക്കുമായിരുന്നു. HMൻ്റെ റൂമിൻ്റെ അകത്തായിരുന്നു ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ടീച്ചറിനെ HMനെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ ഇതുപോലെ കള്ളം കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ടീച്ചർ അന്നേരം വന്നു. പ്രിൻസിപ്പലിന്റെയും ഹെഡ് മിസ്ട്രസിന്റെയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന DSLR ക്യാമറകളും അധ്യാപകരുടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികൾ സംഭാവനയായി നൽകിയ ചാരിറ്റി ബോക്സുകളും മോഷ്ടാക്കൾ കവർന്നിട്ടുണ്ട്. സ്കൂളിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകളുടെ DVR യൂണിറ്റും മോഷണം പോയിട്ടുണ്ട്. ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ 1 വർഷം കൊണ്ട് നിക്ഷേപിക്കുന്ന 26 ഡിവിഷനുകളിലെയും ചാരിറ്റി ബോക്സാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു. വർണ്ണങ്ങൾ വാരിവിതറി അമ്പലപ്പുഴ സംഘവും ചടുല താളങ്ങളുടെ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളിയതോടെ എരുമേലി ഭക്തിസാന്ദ്രമായി. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങാണ് പേട്ടതുള്ളൽ. അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും പാടി മഹിഷി നിഗ്രഹ സ്മരണയിൽ എരുമേലിയിൽ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ നടന്നു. ശബരിമലയുടെ പ്രവേശന കവാടമാണ് എരുമേലി. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ. ജനങ്ങളെ ഭയപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തിരുന്ന മഹിഷി എന്ന കൂറ്റൻ വന്യമൃഗത്തെ കൊന്ന് അയ്യപ്പൻ നാട്ടുകാരെ സംരക്ഷിച്ചു എന്നാണ് ഐതിഹ്യം. ഇതിന്റെ ആഹ്ലാദത്തിമിർപ്പിൽ പച്ചിലകൾ കയ്യിൽ പിടിച്ച് ജനങ്ങൾ ആനന്ദ നൃത്തമാടിയതിന്റെ സ്മരണയാണ് പേട്ടതുള്ളൽ. വർണ്ണവൈവിധ്യങ്ങളോടെ അമ്പലപ്പുഴ സംഘവും ചടുല താളങ്ങളോടെ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളിയതോടെ എരുമേലി ഭക്തിസാന്ദ്രമായി. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത്. ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്നപ്പോൾ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു. പേട്ട കൊച്ചമ്പലത്ത് നിന്ന് ആരംഭിച്ച പേട്ടകെട്ട് നയിനാർ പള്ളിയിൽ എത്തിയപ്പോൾ സംഘത്തെ പള്ളി ഭാരവാഹികളും ആന്റണി MP-യും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA-യും ചേർന്ന് സ്വീകരിച്ചു. വാവരുടെ പ്രതിനിധി താഴത്തുവീട്ടിൽ ആസാദ് അമ്പലപ്പുഴ പെരിയോന്റെ കൈപിടിച്ചു. തുടർന്ന് വാവരുടെ പ്രതിനിധിയോടൊപ്പം അമ്പലപ്പുഴ സംഘം തീർത്ഥാടന പാതയിലൂടെ വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി. ഉച്ചകഴിഞ്ഞ്
കഴിഞ്ഞായിരുന്നു ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. ആകാശത്ത് വെള്ളി നക്ഷത്രം ദർശിച്ച ശേഷമാണ് ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളിയത്. വാവർ സ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയെന്ന വിശ്വാസമുള്ളതിനാൽ ആലങ്ങാട്ട് സംഘം നൈനാർ പള്ളിയിൽ കയറില്ല. കൊച്ചമ്പലത്തിൽ നിന്നും നേരെ തീർത്ഥാടന പാത വഴി വലിയമ്പലത്തിലേക്ക് സംഘം പേട്ടതുള്ളി. നൂറുകണക്കിന് ജനങ്ങളും പേട്ടതുള്ളൽ കാണാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, എരുമേലി. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് അക്രമാസക്തം. KK റോഡിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രകടനം തടഞ്ഞിരുന്നു. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതിന് പിന്നാലെയാണ് മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പിന്മാറിയെങ്കിലും വീണ്ടും സമരം ശക്തമാക്കിയതോടെ 2ാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഏറെ നേരം മുദ്രാവാക്യം മുഴക്കി കളക്ടറേറ്റിനു മുന്നിലെ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരങ്ങളുടെ പേരിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉൾനാടൻ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകൽ പദ്ധതിക്ക് തുടക്കമായി. വിജയപുരം പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ 2 വള്ളങ്ങളും വലയുമാണ് നൽകിയത്. ഉൾനാടൻ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകൽ പദ്ധതിക്ക് തുടക്കമായി. വിജയപുരം ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി തുടങ്ങി. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകിയത്. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി. പഞ്ചായത്തിന്റെ 3 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 2 ഫൈബർ വള്ളങ്ങളും വലയും നൽകിയത്. രാവിലെ നാൽപ്പാത്തിക്കടവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നാൽപ്പാത്തിക്കടവ് പുനർനിർമ്മിക്കാൻ 2 ലക്ഷം രൂപ അനുവദിക്കുമെന്നും MLA പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ വള്ളം എടുത്ത് കരയ്ക്ക് വെച്ചിരിക്കുന്ന പോലെയാണ് വള്ളം. അപ്പം എനിക്ക് നേരത്തെ ഈ പടി താഴെ വരെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പടി കാണാനില്ല. അപ്പം നന്നാക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇത് നന്നാക്കാൻ 2 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തെല്ലാം ഒരു ബജറ്റ് നിങ്ങൾ തന്നാൽ മതി. അതെപ്പോൾ കാരണം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കുറവാണ്. ആ കുറവ് അപ്പുറത്ത് നമുക്ക് നല്ലൊരു കടവുണ്ട്. അപ്പൊ ഇപ്പുറത്തെ ഒരു കടവില്ലാതെ പോയാൽ അതിനേക്കാൾ സങ്കടമാണ്. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി അധ്യക്ഷനായി. ഫിഷറീസ് ഓഫീസർ ശ്യാമാധരൻ പദ്ധതി വിശദീകരിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിഥുൻ G തോമസ്, ജെസ്സി ജോൺ, ലിബി ജോസ് ഫിലിപ്പ്, PT ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ മാർക്കറ്റ് കോംപ്ലക്സിൽ തീപിടുത്തം. കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ശരവണ ഭവൻ വെജ് ഹോട്ടലിനാണ് തീപിടിച്ചത്. 20 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു. പാലാ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റ് കോംപ്ലക്സിൽ തീപിടുത്തം. രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ല. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ 40ഓളം പേരുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ശരവണ ഭവൻ വെജ് ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. പാലാ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം നിലവിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. അതിന് താഴെ കത്തി കഴിഞ്ഞ് ഞങ്ങൾ കിടത്താനൊക്കെ നോക്കി. ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നപ്പോഴത്തേക്കും തീ മുകളിൽ കയറിയാണ്. അത് കയറി നമ്മൾ പാവം കുറേ പാകത്തി ഞങ്ങളൊരു 10 ലക്ഷമാണ് നഷ്ടം നോക്കുക. ഹോട്ടലിന്റെ കിച്ചണിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിറക്കളവ മണ്ഡലം പ്രസിഡന്റായി സേവ്യർ മൂലകുന്നിനെ KPCC തെരഞ്ഞെടുത്തു. ഇപ്പോൾ സംസ്കാര സമിതി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ചെയർമാനാണ്. കോട്ടയം അടിച്ചിറയിൽ പ്രവാസിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി.
കഴുത്തു മുറിച്ചാണ് ആത്മഹത്യ ചെയ്തത്. അടിച്ചിറക്കുന്നേൽ ലൂക്കോസാണ് മരിച്ചത്. കോട്ടയം അടിച്ചിറ റെയിൽവേ ഗേറ്റിന് സമീപം വീടിന്റെ കിടപ്പുമുറിയിൽ കഴുത്തു മുറിഞ്ഞ് മരിച്ച നിലയിൽ പ്രവാസിയെ കണ്ടെത്തി. അടിച്ചിറ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന അടിച്ചിറക്കുന്നേൽ വീട്ടിൽ ലൂക്കോസിനെയാണ് മരിച്ച നിലയിൽ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയത്. 63 വയസ്സായിരുന്നു. വിദേശത്തായിരുന്ന ലൂക്കോസ് മാസങ്ങൾക്ക് മുൻപാണ് മടങ്ങിയെത്തിയത്. രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ കത്തി ഉപയോഗിച്ച് കഴുത്ത് മുറിച്ച നിലയിൽ ലൂക്കോസിന്റെ ഭാര്യയാണ് കണ്ടത്. തുടർന്ന് ഇവർ ഗാന്ധിനഗർ പോലീസിൽ വിവരം നൽകി. ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലൂക്കോസ് ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് ബലക്ഷയമുണ്ടെന്ന് വരുത്തി തീർത്ത് കോട്ടയത്തെ എംപിക്ക് താൽപര്യമുള്ളയാളിന്റെ കെട്ടിടത്തിലേക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാനും മാസപ്പടി കൈപ്പറ്റാനും വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. നിലവിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് നിലനിൽക്കെ തെറ്റായ പ്രചരണം നടത്തി മാറ്റി സ്ഥാപിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിക്കില്ല. ന്യൂനത ഉള്ളതുകൊണ്ട് പുതിയ നല്ല സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനം എംപിമാർക്ക് എടുക്കാമായിരുന്നു. അതിനു പകരം ഇല്ലാത്ത ഒരു ബലക്ഷയം അവിടെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊരു മാസപ്പടി ഉണ്ട് എന്നതിന് ഒരു സംശയവുമില്ല. ഇവരിൽ ആർക്കോ പ്രത്യേക താല്പര്യം, ആർക്കോ നമ്മൾ 5 ലക്ഷം രൂപ നിലവിൽ വാടക ഉണ്ടായിരുന്ന കെട്ടിടം അത് മാറ്റി ഇപ്പോൾ പുതുതായിട്ട് 8 ലക്ഷം രൂപ വാടകയാണ് ഓരോ മാസവും ആ കെട്ടിടത്തിൽ കിട്ടാൻ പോകുന്നത്. അതിൽ നിന്നൊരു വിധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നാടകം കളിക്കേണ്ട സാധ്യതയില്ലായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് N. സുരേഷ് അധ്യക്ഷനായി. പ്രൊഫസർ സതീഷ് ചൊള്ളാനി, നിർമ്മല മോഹനൻ, പ്രിൻസ് VC, ഷോജി ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. അറിയിപ്പ്. പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 20, 21 തീയതികളിൽ അസാബ് കേരള ക്രിയേറ്റേഴ്സ് സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കും. 3 മുതൽ 9 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലെ ബാലപാഠങ്ങൾ രസകരമായ പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ ക്യാമ്പിൽ പരിശീലിപ്പിക്കും. ഫോൺ 8921636122. ചെന്നൈയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കാനുള്ള 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ കേരള വോളിബോൾ ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽസ് ഈ മാസം 13 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജനന സർട്ടിഫിക്കറ്റ്, ആധാർ, സ്കൂൾ അഥവാ കോളേജ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, പ്രസ്തുത കായിക ഇനത്തിലെ മികവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ വൻ മോഷണം. ക്യാമറകളും നിരീക്ഷണ ക്യാമറ യൂണിറ്റും കുട്ടികളുടെ ചാരിറ്റി ബോക്സും കൊണ്ടുപോയി കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. പേട്ടതുള്ളി, എരുമേലി, അമ്പലപ്പുഴ, ആലങ്ങാട്ട് സംഘങ്ങൾ പേട്ടകെട്ടി മനം നിറഞ്ഞ് ഭക്തർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.